എല്ലാ മക്കളെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന വേളയിൽ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അടുത്തേക്ക് വിളിച്ചു, മോനെ അടുത്തു വാ. എന്നിട്ട് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മഹതിയായ ഉമ്മ അവിടുന്ന് പറഞ്ഞൊരു ഉപദേശമുണ്ട്. അന്നേ കാലത്തെ ഏറ്റവും അഗ്രഗണ്യനായ റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോണം. നീ എന്നിട്ട് ധാരാളം ഇൽമുകൾ കരസ്ഥമാക്കണം. എന്നിട്ട് നീ ആദ്യം പഠിക്കേണ്ടത് എന്തെന്നറിയുമോ? വലിയ വിജ്ഞാനമുള്ളവനാവണമെന്നല്ല, വിജ്ഞാനത്തിന്റെ എല്ലാ കോട്ടകളും നീ കീഴടക്കണമെന്നല്ല. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അവിടുന്ന് പറഞ്ഞത്, മോനെ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ഫതഅല്ലം മിൻ നബി, ആദ്യം നീ അദ്ദേഹത്തിൽ നിന്നും അദബ് പഠിക്കണേ, ആദ്യം നീ മര്യാദ പഠിക്കണേ, ആദ്യം അദ്ദേഹത്തിൽ നിന്ന് നീ മര്യാദ പഠിക്കണേ. ഇൽമു പഠിക്കുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ട പണി അദ്ദേഹത്തിൽ നിന്നും നീ മര്യാദ പഠിക്കലാണ് എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മാലിക് എന്ന പൊന്നുമോനെ മദ്രസയിലേക്ക് കൊണ്ടുവിടാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ എന്തെങ്കിലും പഠിച്ചു പോകലല്ല മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞതുപോലെ ആദ്യം പഠിക്കേണ്ടത് അഥവാ മര്യാദയാണ്. മര്യാദയില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനമില്ല, അത് പ്രകാശമായി തീരൂല, മറിച്ചത് സമൂഹത്തിൽ കൂടുതൽ ദുഃഖകരമായി ദുഷ്കരമായിട്ട് ഭവിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ട് പുതുതായി വന്ന മക്കളോടും നമ്മുടെ എല്ലാ മക്കളോടും പറയാനുള്ളത്, നമ്മൾ നല്ല അദബുള്ളവരാവണം, മര്യാദയുള്ളവരാവണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ മര്യാദയുള്ളവരാകുമ്പോൾ നമുക്ക് വേണ്ടി ആളുകൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഈ പൊന്നുമോൻ എന്ത് നല്ല മോനാ, ഈ നല്ല മോനല്ലേ, ഈ മോനെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഈ മോനെ നീ വളർത്തണേ അല്ലാ എന്ന് ആളുകൾ അറിയാതെ ദുആ ചെയ്യും. ആ ദുആ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഫലിക്കുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തഫ്സീറുകളിൽ ഏറ്റവും ഉന്നതനായ തഫ്സീർ പണ്ഡിതനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വേളകളിലും ഖലായിൽ പ്രവേശിക്കുമ്പോൾ, ആവശ്യ നിർവഹണത്തിന് വേണ്ടി പുറത്തു പോകുമ്പോൾ, ഇരുന്നങ്ങൾ ആവശ്യ നിർവഹണം കഴിഞ്ഞിട്ട് ഉളവെടുക്കാനിരിക്കുമ്പോൾ ഓടി വരും മഹാനായ ഇബ്നു അബ്ബാസ് എന്ന പൊന്നുമോൻ. ചെറിയ മോൻ ഓടി വരും, എവിടെ നിന്നെങ്കിലും വെള്ളവും എടുത്തുകൊണ്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നിട്ട് കൊടുക്കാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന തിരുതങ്ങളുടെ സേവകനായ പൊന്നുമോൻ. ആ പൊന്നുമോനെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊന്നുമോനിന്റെ അദബ് കണ്ടിട്ടാണ്, മര്യാദ കണ്ടിട്ടാണ് അവിടുന്ന് അറിയാതെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു പോയത്, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹുവേ ഈ പൊന്നുമോനെ നീ ഇൽമു നൽകണേ, വിശുദ്ധമായ ഖുർആനിന്റെ വിജ്ഞാനം നൽകണേ. ഇന്ന് റഈസുൽ മുഫസ്സിരീൻ, തഫ്സീർ രചയിതാക്കളുടെ നേതാവ് എന്ന് ലോക പ്രശസ്തി ആർജിച്ച മഹാനായ